കാല നായിക ആണ് നമ്മോടൊപ്പമുള്ള ശ്രീമതി നെയ്യാറ്റിൻകര കോമളം അമ്മ. ഞാൻ ചോദിച്ചു, അപ്പോൾ 95 വയസ്സുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. 95 വയസ്സ്. പക്ഷെ 95 വയസ്സിലും അമ്മ നല്ല പ്രസരിപ്പോടെ നമ്മളോടൊപ്പം ഉണ്ട്. നസീർ സാറിൻ്റെ ആദ്യത്തെ നായികയാണ്. അതുപോലെ 4-5 ചിത്രങ്ങളിലാണ് അമ്മ അഭിനയിച്ചിട്ടുള്ളത്, അല്ലേ അമ്മ? പക്ഷെ പിന്നീട് ആ കാലത്തെ ചില സാമൂഹ്യ വ്യവസ്ഥകളും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയൊക്കെ ചില എതിർപ്പുകൾ കാരണം അമ്മ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഒരു അതിനെയൊക്കെ ആ വിലക്കുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അമ്മ ആദ്യകാലത്ത് സിനിമകളിലൊക്കെ അഭിനയിച്ചത്. അപ്പോൾ ഈ അമ്മയെ ഒന്ന് ആദരിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം, അത് പ്രിയപ്പെട്ട വയലാർ വിനോദ് ആണ്. അമ്മ ഇങ്ങനെ ഇവിടെ വളരെ സുഖമായിട്ട് ഉണ്ട്. പക്ഷെ അമ്മ ഒരു ഒറ്റപ്പെടലിൻ്റെ വല്ലാത്തൊരു വേദനയൊക്കെയാണ് അമ്മ. പലപ്പോഴും ജീവിതത്തെ വല്ലാത്തൊരു നിരാശയോടെ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മാനസിക വിഷമമൊക്കെ അനുഭവിക്കുന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞില്ല, നമ്മളെല്ലാം അമ്മയുടെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് അമ്മയെ ഒന്ന് കാണാനും അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആദരിക്കൽ മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയുടെ കൂടി ഒരു ആദരവാണ് ഇപ്പോൾ അമ്മയെ ഇവിടെ ഒന്ന് കാണുന്നതിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു ചരിത്രമാണ് ശരിക്കും അമ്മ എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു വനചിത്രം, വനമാല എന്ന് പറയുന്ന ചിത്രത്തിലെ നായികയായിരുന്നു. രൂപത്തിലൊക്കെ അത് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ ജീവചരിത്രവും. പക്ഷേ പുതിയ തലമുറയ്ക്കൊന്നും അമ്മയുടെ ആ ഒരു കാര്യങ്ങളൊന്നും അധികം അറിയില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം സർവശക്തം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ശരി അമ്മ. രാജിവെക്കേണ്ടി വന്നു, അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കേണ്ടി വന്നു. എന്താണ് ഈ ഒരു വിവാദങ്ങളിൽ അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമ്മിറ്റി, അത് കമ്മിറ്റിയോ കമ്മീഷനോ അതിൻ്റെ ഒരു പദപ്രയോഗത്തിലല്ലല്ലോ. കേരളത്തിലെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ട് വിരമിച്ചിരുന്ന നമ്മുടെ ജുഡീഷ്യറിയുടെ രംഗത്ത് ഏറ്റവും ഒരു കാര്യപ്രാപ്തിയുള്ള നിഷ്പക്ഷയായിട്ടുള്ള ഒരു ജസ്റ്റിസ്, അവരധ്യക്ഷയായിട്ടുള്ള ഒരു കമ്മിറ്റി, അതിൽ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടി ഉർവശി ശാരദ അടക്കം വളരെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുടെ ഒരു കമ്മിറ്റിയാണ് ഗവൺമെൻറ് രൂപീകരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും മലയാള സിനിമയിലെ ഇന്ന് ഉള്ള പ്രശ്നങ്ങൾ, മലയാള സിനിമയിലെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് നിരവധിയായിട്ടുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിരവധി പരാതികളും ഒക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇങ്ങനെ ഒരു സമിതി അത് രൂപീകരിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും ധീരമായ ഒരു നടപടിയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മാതൃകയായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഇത് രൂപീകരിച്ചത്. തീർച്ചയായും അതൊരു ഒരു കമ്മിറ്റിയോ കമ്മീഷനോ എന്നൊക്കെയുള്ള പദം ഒക്കെ മാറ്റിയിട്ട് അതിനകത്തൊരു ഹൈക്കോടതി ജഡ്ജിയാണ് അതിൻ്റെ ഒരു ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ തന്നെ അതിനൊരു ജുഡീഷ്യൽ സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീ സമൂഹം സർക്കാരിൻ്റെ കയ്യിൽ സർക്കാരോട് ചോദിക്കും. ഇതിനകത്ത് അല്ല, അതാണ് എൻ്റെ ഒരു അറിവിലും എൻ്റെ ഇതിനകത്തുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. മണിയമ്പിള്ള രാജുവായാലും അന്ന് ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ്. തീർച്ചയായും അവർക്കെതിരെയൊക്കെ അന്ന് ഇത്ര ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്നും ആരും നമ്മളോട് നേരിട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പറയുമ്പോഴാണ് നിങ്ങളെപ്പോലെ ഞാനും അറിയുന്നത്. ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് പോയി അഭിനയിക്കും, നമ്മുടെ പ്രതിഫലം വരും, പിന്നെ എൻ്റെ ഡബ്ബിങ്ങിന് പോകും എന്നല്ലാതെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല, ഇടപെടാറുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലുമില്ല. അത് ഞാനും കൂടി അതിനകത്തൊരു ഉത്തരവാദിയാണെന്ന് ഞാൻ പറയും. കാര്യം ഞാനൊരു പൊതുവെ കുറച്ചൊരു അലസമായി ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പല ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല എന്നെ ആരും ഒഴിവാക്കിയതോ ഞാൻ ഒഴിവാക്കപ്പെട്ടതോ. ഇപ്പോഴും എനിക്ക് സിനിമകൾ വരുന്നുണ്ട്, പലതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അക്കാഡമിയുടെ ഒരു ചുമതല കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന് പല സിനിമകളിലും അഭിനയിക്കേണ്ടിയിരുന്നു, അത് പറ്റാതെ വന്നു. അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിപരമായ കാര്യമാണ്. അല്ലാതെ എല്ലാവരും ഒഴിവാക്കിയെന്ന് ഞാൻ പറയില്ല. അതും ഒരു വസ്തുത തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വസ്തുതയാണ്. കാര്യം ഇത് എന്താണ്, ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ ഇതിനകത്ത് ചില പരാമർശങ്ങൾ കണ്ടു. എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടൊന്നും നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ
ഈ പുതിയ കാലത്ത് എത്രയോ പുതിയ കുട്ടികളുടെ സിനിമകൾ പിന്നെ വലിയ വിജയമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നാലും പ്രേമലു ആയിരുന്നാലും അതുപോലുള്ള ഒരുപാട് സിനിമകൾ. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഇത്തരം സിനിമകളൊന്നും മലയാളത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരു സിനിമയിൽ പിന്നെ അത് നിർമ്മിക്കുന്ന നിർമ്മാതാവിന് ആ സിനിമയിൽ ഒരു മേൽക്കൈ ഉണ്ടാകാം. അവിടെ സംവിധാനം ചെയ്യുന്ന സംവിധായകന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനൊരു മേൽക്കോയ്മയുണ്ട്. അതിലെ പ്രധാന താരത്തിന് തീർച്ചയായിട്ടും ഒരു മേൽക്കോയ്മയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അധികാരത്തിൻ്റെ ഒരു 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 ഇതിനകത്തുണ്ടാകും. അവരുടെയൊക്കെ ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഒരു സിനിമയുടെ കാസ്റ്റിങ്ങിലും ഒക്കെ അതൊക്കെ പ്രതിഫലിക്കാം. അല്ലെങ്കിൽ ഒരു സിനിമയിൽ ആരൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെയൊക്കെ തീരുമാനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ഉണ്ടാകാം എന്നല്ലാതെ ഒരു യഥാർത്ഥ ഒരു കലാകാരനെ എന്നും ആർക്കും ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഒഴിവാക്കാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു.